ഡിസംബർ 6-നോടനുബന്ധിച്ച് ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്താനായിരുന്നു ഈ ഭീകരർ പദ്ധതിയിട്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ i20 കാറിന് പുറമെ എക്കോസ്പോർട്ട് കാറിന് പുറമെ കൂടുതൽ വാഹനങ്ങൾ ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഡൽഹിയിലെ അതിർത്തിയിലേക്ക് എത്തിക്കുമ്പോൾ, ഏതാണ്ട് 2900 കിലോ അമോണിയം നൈട്രേറ്റ് എത്തിക്കുമ്പോൾ അത്രയും വലിയ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നതായി നേരത്തെ തന്നെ അന്വേഷണ സംഘം ഒരു നിഗമനത്തിലെത്തിയിരുന്നു. അങ്ങനെ ഒരു വിലയിരുത്തലാണ് എത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ കൂടുതൽ കാറുകൾ വാങ്ങിയത്. പല സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് പൊട്ടിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ കാറുകൾ വാങ്ങിക്കൂട്ടിയത്. ആദ്യം ഒക്ടോബർ 29-ന് i20 കാർ വാങ്ങുന്നു, വെള്ള i20 കാർ വാങ്ങുന്നു. അതിനുശേഷം എക്കോസ്പോർട്ട് കാർ വാങ്ങുന്നു. അത് ചുവന്ന എക്കോസ്പോർട്ട് ആയിരുന്നു. ആ ചുവന്ന എക്കോസ്പോർട്ട് ഇന്നലെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ വാഹനവും അമോണിയം നൈട്രേറ്റ് കടത്തി ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്.